നമസ്കാരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഭയങ്കര വിവാദമായിട്ടിരിക്കുന്നതാണ് സൂംബയില് എന്താ പറയാ മതപരമായ കാര്യങ്ങള് പറഞ്ഞ് ഇപ്പൊ ഭയങ്കര വിവാദമായിട്ടിരിക്കുന്നു. ഇപ്പൊ മന്ത്രിമാരാണെന്നുണ്ടെങ്കിലും അതിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വിവാദത്തിലിരിക്കുന്നതാണ് മതപരമായിട്ടുള്ള കാര്യത്തിൽ വിവാദത്തിലിരിക്കുന്ന ഒരു സിനിമയാണ് JSK. അപ്പൊ നമ്മൾ ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മതമാണ്. മതം ഇപ്പൊ ഇന്നത്തെ കാലത്ത് മതം ഇല്ല, ജാതി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതേപോലെ ഓരോ എന്താ പറയാ മനഃപൂർവ്വ വിവാദങ്ങൾ സൃഷ്ടിച്ച് എന്തിനാണ് ഈ വിവാദം സൃഷ്ടിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും മതമാണ് ശരിക്കും പറഞ്ഞ ഈ രണ്ട് ഇതിലെ പ്രശ്നം. ജവാഹർ, എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്? അല്ല, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുംബ എന്ന വിഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ആശയം പറഞ്ഞു, അതായത് ഗവൺമെന്റ് ഒരു ആശയം പറഞ്ഞു, അത് വാർത്തകളിൽ വന്നു, അതിനെപ്പറ്റി അതിനെ എഫക്ട് ചെയ്യുന്ന ആളുകൾ, അതായത് മതവിഭാഗക്കാർ പറഞ്ഞു ഞങ്ങൾക്കത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതെന്താ തെറ്റ്? നമുക്കൊരു പ്രശ്നം എനിക്കൊരു പ്രശ്നം, എനിക്ക് ഞങ്ങളുടെ അതിലേക്ക് ഒരു വരുമ്പോൾ ഞങ്ങൾക്ക് അതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ചെറിയ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അഭിപ്രായം ആർക്കും പറയാം. വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലേ? അതുപോലെ തന്നെ JSKയുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് തന്നെയാണ്, സെൻസർ ബോർഡ് തന്നെയാണ് എൻപുരാന്റെയും സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ JSK എന്ന് പറഞ്ഞ പടം മൂവി വരുമ്പോൾ അത് വിവാദമായേക്കാം എന്ന് പുള്ളിക്ക് ചിന്ത തോന്നിയിട്ടുണ്ടാവും. കാരണം ഇതില അതിന്റെ പ്രതിഷേധം നടന്നപ്പോൾ ഇവരുടെ ഫിലിമിന്റെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് സുരേഷ് ഗോപിക്ക് അത് നോ പറഞ്ഞിട്ട് ആ സംഭവം സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാം, അവരാരും അതിലും നിൽക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എമ്പുരാനുള്ള സിനിമ ഈ പറയുന്ന സെൻസർ ബോർഡ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ സെൻസർ ബോർഡ് കണ്ടിട്ടുണ്ടോ സംശയമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ JSK എന്ന സിനിമയ്ക്ക് ഇത്രയും ഒരു സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന എമ്പുരാൻ അവരത് വിട്ടു? എമ്പുരാൻ വരുമ്പോൾ അവർ ഉടനെ അത് പറയേണ്ട കാര്യമാണ്. അല്ല, എമ്പുരാനിന്റെ വിവാദം ഈ പറയുന്ന പോലെ മതമല്ലല്ലോ, തന്നെയാണല്ലോ. രാഷ്ട്രീയമല്ല, അതിൽ മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞ JSKയുടെ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ സാമൂഹ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു പ്രശ്നമാണ്. സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ല, അതിന് ആകെ ഇവരെടുത്ത് പറയുന്നത് സീതയുടെ പേരാണ് ജാനകി. ഇപ്പൊ കണ്ടന്റ് പറയാൻ ഞാൻ കണ്ടന്റ് പറയാം, സിനിമ ഇറങ്ങാത്തോണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു പേര് യൂസ് ചെയ്ത് ഒരു ഇരയാക്കപ്പെടുന്ന സ്ത്രീയുടെ കഥാപാത്രം ഒരു സിനിമയിൽ വരുമ്പോൾ, അതായത് സീതാദേവിയുടെ പേര് വെച്ചിട്ട് ഇരയാക്കപ്പെട്ട ഒരു പെണ്ണിനെ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശിവൻ എന്ന പേരുള്ള പല ആളുകളുടെ സിനിമയിലുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഓരോ സിനിമകളിലുണ്ട്. അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ പേരുള്ള ആളുകളുണ്ട്, നബിയുടെ പേരുള്ള മുഹമ്മദ് പേരുള്ള ആളുകളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നതല്ലേ? അതൊന്നും അല്ല ഇതിന്റെ പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പ്രശ്നങ്ങളാണ്. അതായത് സമൂഹത്തിൽ ജാനകി എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അല്ല, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു മതബോധത്തിന്റെ അഭിപ്രായം പറയാം. അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നോക്കിയിട്ട് വേണമെങ്കിൽ അത് റിലീസ് ചെയ്യാം. 2 തവണ ഹൈക്കോടതി കൊടുത്തല്ലോ, 2 തവണയും തള്ളിക്കളഞ്ഞല്ലോ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ വിവാദം സൃഷ്ടിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാരെ എത്തിക്കണമെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയാലാണല്ലോ ആളുകൾ എത്തുള്ളൂ. എന്താണെന്ന് അറിയാനുള്ളൊരു ത്വര മലയാളികൾക്കുണ്ടല്ലോ. അപ്പോ ഒരു നെഗറ്റീവ് ഉണ്ടാക്കുകയാണ്, അത് മതപരമായിട്ടല്ലെങ്കിൽ വേറൊരു രീതിയിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ എന്നാൽ അതിൽ എന്താന്ന് നോക്കണം, അപ്പൊ അതിൽ നിന്ന് കുറച്ച് സീൻ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ പിന്നെയും നോക്കാൻ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി വരും. അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അപ്പൊ പിന്നെ ഈ സൂംബയിലാണെങ്കിലും ശരിക്കും സൂംബയിൽ ഈ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇപ്പൊ ഇത് ഫിസിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ് സൂംബ. അതുപോലെ ഇപ്പൊ കലാപരമായിട്ടാണെങ്കിലും അതിൻ്റെതായ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ അതിൻ്റെതായ ഡ്രസ്സുകളുണ്ട്. അതിന് ഇത്രയും മതപരമായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പറഞ്ഞേക്കണത്. അതായത് നിങ്ങൾ പറയുന്നത് അല്പവസ്ത്രം ധരിച്ചിട്ട് ഡാൻസ് കളിക്കുന്നതിനെ പറ്റിയാണ്.
ഇത് ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സ്കൂളിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് ഏത് വസ്ത്രമായിട്ടൊന്നും ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശരി ഫുൾ ഫിനിഷ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പറയുന്നതിന് മുമ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് ഏതിനാണോ അത് എഫക്ട് ചെയ്യുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം അവർ പറഞ്ഞു. ആ വസ്ത്രത്തിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരത് പാടില്ല, അവരത് പറയണ്ടേക്കില്ല. നമുക്കൊരു കാര്യം പറയുമ്പോ അത് അവരുടെ അഭിപ്രായം പറഞ്ഞുകൂടെ എന്ന് ഞാൻ ചോദിക്കണം. ഇപ്പൊ എന്ത് കാര്യമായാലും ഒരാൾക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ, അവർക്ക് പറയുന്നത് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയും പറ്റുന്ന രീതിയിലാണെങ്കിൽ മാറ്റുകയും ചെയ്തു വരാൻ പാടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഒരു കാര്യം കൊണ്ടുവരുമ്പോ ഈ പ്രത്യേക തരം മതക്കാര് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പറയാറുള്ളത്. അതായത് ഇതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഇടകലർന്ന് ഇരിക്കുന്നത് പണ്ട് എല്ലാവരും നമ്മള് കുഴപ്പമുണ്ടായില്ല. പക്ഷെ അതായത് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ഈക്വാലിറ്റി വേണമെന്ന് പറയുകയും ചെയ്യും. പക്ഷെ സ്കൂളിൽ തന്നെ ഇൻഇക്വാലിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ. പെണ്ണുങ്ങൾ ഒരു സൈഡിൽ ഇരുത്താം, ആണുങ്ങൾ ഒരു സൈഡിൽ ഇരുത്താം എന്നുള്ളതാണ്. അതും ഈ മതക്കാർ തന്നെ പറയാറുണ്ട്, പെൺകുട്ടികൾ ആണുങ്ങൾ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന്. അതായത് പ്രത്യേക മതക്കാർക്ക് ഒരു പെൺകുട്ടികൾ എപ്പോഴും പുറകെ നിൽക്കണം, ആൺകുട്ടികളെ അടിമള നിൽക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. നിങ്ങൾ അതൊക്കെ പറയും, നിങ്ങളിപ്പോ അങ്ങനെ ഒരു ജാതിയുടെ ഇതിലേക്ക് പോകുന്നുണ്ട് അറിയ മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ സമുദായത്തിൽ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ പറഞ്ഞു. അത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ എന്ത് കാര്യവും സർക്കാരിന്റെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ രാഷ്ട്രീയവും മതമാണ് വോട്ട് ബാങ്കുകൾ. ഏത് കേസും ഞാൻ പറഞ്ഞത് ഇപ്പോ നമുക്കൊരു കാര്യം വരുന്നു, അവർ ഇന്ന് അപ്പൊ ഇതിൽ ചിലപ്പോൾ ഭയങ്കര ഓർത്തഡോക്സ് ആയ ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിന്ദു മതത്തിൽ പല കാര്യങ്ങളുണ്ട്, ബ്രാഹ്മണരായ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും. പണ്ട് സതി ഉണ്ടായിരുന്നു, കളഞ്ഞില്ലേ? സതി മാത്രമല്ല പല പല കാര്യങ്ങളും. നമ്മളൊരു കാര്യം സംസാരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അവർ അവതരിപ്പിക്കുക. ഒരു കാര്യം വരുന്നു പറയുക, അപ്പൊ ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഇന്ന കാര്യങ്ങളാണ്, അതൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകും. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഒരാൾക്ക് അഭിപ്രായം പറയാം, ആർക്ക് അഭിപ്രായം പറയാം, മുസ്ലിംകാരും പറയാം, ഹിന്ദുവിനായും പറയാം, മനുഷ്യന്മാർക്ക് അഭിപ്രായം പറയാം. അങ്ങനെയാണ് അഭിപ്രായം അല്ല പറയുന്നത്. ചേട്ടൻ പറയണ അഭിപ്രായം ഇവരെന്താ പറയണേ, ചെയ്യരുത്, അങ്ങനെ ചെയ്ത പാപമാണ്, സ്വർഗം കിട്ടൂല, നരകത്തിൽ പോണം. അങ്ങനെയാണോ അയാൾ പറയുന്നത്? അയാൾ അങ്ങനെ പറഞ്ഞല്ല ഞാൻ പറയുന്നത്. ഇവരുടെ ഒരു വ്യൂ പോയിന്റ് അങ്ങനെയാണ്. ചേട്ടൻ അറിയില്ലാത്തോണ്ടായിരിക്കും, അവരുടെ ഒരു വ്യൂ പോയിന്റ് അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മള് ജീവിതത്തിൽ ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞു, അത് ചർച്ചയാക്കി ഹെഡ്ലൈനാക്കി ബൂസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളോട് അയാൾ പറഞ്ഞത് അയാളൊരു അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞു? ചേട്ടന്റെ ഒരു ഇത് വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും? അവരുടെ മതപരമായിട്ട് അവരോട് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറയും. അതുകൊണ്ട് അവരുടെ പെൺകുട്ടികള് അങ്ങനെ സൂംബ ഡാൻസ് കളിക്കണ്ട എന്നുള്ള സംഭവം തന്നെയല്ലേ ഇതിൽ വരുന്നത്? ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, പലരും ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് പാടില്ല, തട്ട വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവര് ഇഷ്ടമുള്ളവരിടുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരിടാതിരിക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി ജയിക്കുമ്പോഴുള്ള ഭീഷണിയൊക്കെ എന്തിനാണ്? അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഭീഷണി ആക്ച്വലി അടിച്ചേൽപ്പിക്കുന്ന അച്ഛനമ്മമാര് മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തി ജയിക്കുകയാണെന്ന് ചോദിക്കുന്നു. അവർക്ക് ഒരു അഭിപ്രായം പറഞ്ഞുകൂടെ? ഭീഷണി കാര്യമല്ലേ? നിങ്ങളുടെ വീട്ടിലെ കാര്യം മറ്റൊരു വീട്ടിൽ എങ്ങനെയാ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. എന്റെ വീട്ടിലെ കാര്യമല്ലോ, ഒരാൾ പറഞ്ഞൊരു അഭിപ്രായത്തിനെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കേസ് പറഞ്ഞതാ. അതാ എന്ത് കാര്യമാണെങ്കിലും അത് അയാളൊരു അഭിപ്രായം പറയുമ്പോൾ അയാൾക്ക് അഭിപ്രായം പറയണ്ടേ? അഭിപ്രായം അല്ലല്ലോ ന്യൂസിന്റെ ഹെഡ്ലൈൻ ആക്കിയിട്ട് പലവരും അല്ലല്ല ന്യൂസിന്റെ എഡിറ്റിന് മാത്രമല്ല ഇപ്പത്തെ പല പള്ളികളുടെ ഇതിലും ഈ മുസ്ലിംകാരുകൾ ഇപ്പൊ ഇതിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ട്. വേണേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോസ് ഉണ്ട്. അല്ലാണ്ട് ഇത് ഈ പറഞ്ഞ ചർച്ച ന്യൂസ് ഹെഡ്ലൈനായി ഭയങ്കരമായിട്ട് വിവാദമായി സംസാരങ്ങളായി വന്നു കഴിഞ്ഞപ്പോ അവർ സംസാരിക്കുന്ന കാര്യമായി എന്താ? അവര് മതാണ് അവിടെ പ്രകടിപ്പിക്കണേ. പലവരും സംസാരിക്കുന്നുണ്ടാവും, പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നതല്ല, ഒരു കാര്യം വരുന്ന സമയത്ത് തനിക്കൊരു കാര്യം വരുന്ന സമയത്ത് എന്റെ അഭിപ്രായം ഇങ്ങനൊരു സാധനങ്ങളുണ്ട് എന്ന് പറയുന്നതിന്റെ കുഴപ്പം? അയാളത് പറഞ്ഞു, ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ചർച്ചയിലൂടെയാണ്. അതെ, അപ്പൊ അവർക്ക് കാര്യം പറഞ്ഞുകൂടെ? എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ സൂംബ സ്കൂളുകളിൽ സൂംബ എന്റെ അഭിപ്രായം എന്നുള്ള കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അയാളുടെ കാര്യങ്ങൾക്ക് പറയുന്ന സമയത്ത് ആർക്കായാലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം. അവർക്ക് അതിന്റെ അഭിപ്രായം പറഞ്ഞ് അതിന് തീരുമാനം യോജിച്ചത് ഭൂരിപക്ഷം നമ്മളെപ്പോഴും ജനാധിപത്യം ആ പ്രസംഗത്തില്
പുള്ളി ഇതൊരു മോശം കാര്യമാണ്, ഇതിനോട് താല്പര്യമില്ല എന്നല്ല പറഞ്ഞത്. അത് തെറ്റാണ്, അത് ചെയ്യരുത്. അത് ഒരു എന്താ പറയാ അടിച്ചേൽപ്പിക്കുന്ന പോലെ അല്ലേ സംസാരിക്കുന്നത്. പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കാൻ പാടില്ല, അതാണ് അവരുടെ പ്രശ്നം. പക്ഷേ അയാള് അത് കേട്ടപ്പോൾ, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കേട്ടപ്പോൾ അയാൾക്ക് ഉണ്ടായ ഒരു ചിന്താഗതി ചിലപ്പോ ഈ ഇയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുംബ അല്ലെങ്കിൽ സാമ്പ നൃത്തം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അയാൾ കേട്ടപ്പോൾ അയാൾ ഒരു മയക്ക് വന്ന സമയത്ത് അയാൾ അതിനൊരു ഉപദേശം ഒരു റിയാക്ട് ചെയ്തു, അയാൾ അഭിപ്രായം പറഞ്ഞു ഇതാണ് കാര്യം. പക്ഷെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഇതായിട്ട് പറയണം. ഇത് ശരിക്കും പറഞ്ഞ സ്കൂൾ കുട്ടികൾക്ക് വൈകുന്നേരത്തെ യൂണിഫോമിലാണ് ചെയ്യുന്നത് തോന്നുന്നത്, അറിയില്ല അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ധരിപ്പിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ ആയി പറയുന്ന ആളുടെ ഈ ചിന്താഗതിയോ അല്ലെങ്കിൽ ആ അഭിപ്രായത്തിൽ വ്യത്യാസം വരികയാണെങ്കിലോ നിങ്ങൾ അതിനെ കുറിച്ച് എന്താ പറയുക? ഒരിക്കലും വരില്ല. ഈ പ്രത്യേക മതക്കാർക്ക് ഒരിക്കലും മൈൻഡ് മാറില്ലാത്ത ഒരു ആൾക്കാരാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇവര് മാറി ചിന്തിച്ചായിരുന്നെങ്കിൽ എന്തോരം ചേഞ്ചസ് ഇപ്പോഴും ഉണ്ടായാനേ. നിങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവർ നമ്മൾ സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. സമൂഹത്തിലെ പല ആളുകളുണ്ടാവും, ശരിയാണ്. പക്ഷെ ചേട്ടനോട് പറഞ്ഞ ഒരു മാറി ചിന്തിച്ചാലോ ചിന്തിക്കില്ല. ഒരു ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി ജയിച്ചെന്ന് വിചാരിക്കാം. ആ ഒരു മതത്തിൽപ്പെട്ട ഒരു കുട്ടി ജയിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റർ വെക്കുമ്പോ തന്നെ മുഖം മൊത്തം മൂടിയിട്ടാണ് ഈ പറയുന്ന പോസ്റ്ററിൽ കാണുന്നത്. ഏതാ കുട്ടി, ആരാ കുട്ടി എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ആ കുട്ടിക്ക് ആളുടെ ഐഡന്റിറ്റി പോലും പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു വ്യക്തികൾക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരുന്നതാണ് ചേട്ടൻ പറയണത്? അതിനോട് പ്രശ്നമില്ല എങ്കിലോ അത് ചെറുപ്പം തൊട്ട് ഒരു 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ഇല്ലാത്ത കുട്ടിയുടെ തലയിലേക്ക് ഈ പറയുന്ന മതം കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങനെ വളരുള്ളൂ. എന്നിട്ടും സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് അതാ ഉറപ്പല്ലേ? ഒരു 6 വീട്ടിൽ എങ്ങനെ വളർത്തുന്നു അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതനുസരിച്ചിട്ടാണ് ആ കുട്ടിയുടെ ചെറുപ്പം മുതലേ കാണുന്നു. നമ്മള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്ന്, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയും. ഇപ്പൊ എന്ത് സാധനം 18 വയസ്സിനല്ലേ? അതേപോലെ 18 വയസ്സായിട്ട് മതപഠനം വരട്ടെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. മതപഠനം എന്ന് പറഞ്ഞ സംഭവം 18 വയസ്സായിട്ട് വരട്ടെ. സംസാരിച്ചത് ഈ പറയുന്ന സുംബ ഡാൻസിനെ കുറിച്ചും സുംബ ഡാൻസ് സ്കൂൾ വരേണ്ടതിനെ കുറിച്ചും പേര് ഇത് ഇവർക്ക് ഇത്ര ഇത് വരാനുള്ള കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുംബ ഡാൻസോ കളരിപ്പയറ്റോ കരാട്ടയോ എന്ത് വേണമെങ്കിലും വരട്ടെ, പക്ഷെ ഇയാൾക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ. മതം എല്ലാം പഠിക്കുന്ന പോലെ അല്ല ഒരു മതം. പിന്നെ എങ്ങനെയാണ് മതം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ തലച്ചോറിലേക്ക് ഒരു ഇത് വരാണ് ഇറങ്ങാണ്. എന്താണ് മതം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇല്ല അത് പറഞ്ഞപ്പോ വിവാദോ എന്താണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞത് വിവാദം. അത് എന്താണ് പഠിപ്പിക്കുന്നത്, എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ സുംബ ഡാൻസ്, ഈ സുംബ ഡാൻസ് കളിക്കും അത് സ്കൂളിൽ വേണമോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് അവരുടെ പ്രതിനിധി എന്നോട് അദ്ദേഹം പറഞ്ഞു. അതിലൊരു അഭിപ്രായം പറഞ്ഞുകൂടെ, അതിൽ തെറ്റുണ്ടെങ്കിൽ അയാൾക്ക് തിരുത്താനോ ഒരു സമയമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ JSK പേര് വന്നു. ഞാൻ പറയുന്നത് JSK ഈ സമയത്ത് ഈ ഒരു പ്രൊമോഷന് വേണ്ടിയോ ഒരു കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ എന്നുള്ളതിൽ ഈ ജാനകി എന്ന് വരുമ്പോൾ അതിൽ വിവാദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരുത്താനുള്ള സമയമാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ പത്മകുമാർ എന്ന ഡയറക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ചിലവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുറെ കാര്യമായിട്ട് സെൻസർ ബോർഡ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന JSK എന്നുള്ള സിനിമ സെൻസർ ചെയ്ത അതിന്റെ ലീഡറും എൻപുര എന്നുള്ള സിനിമ സെൻസർ ലീഡറും അത് ഈ പറയുന്ന ലീഡർ എന്ന് വെച്ചാൽ അതിന്റെ പ്രതിനിധി ആരാണോ സോറി ഈ പറയുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ രണ്ടും ഈ പറയുന്ന പോലെ ഈ രാഷ്ട്രീയമായിട്ടായാലും മതപരമായിട്ടായെങ്കിലും ഈ എന്താ പറയാ എൻപുര എന്നുള്ള സിനിമയുടെ ഒരു സീനുണ്ട്, ഒരു റേപ്പ് സീൻ. അത് ഭയങ്കരമായിട്ട് ഇതാണ്. അപ്പൊ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആർക്കായാലും തോന്നുന്നൊരു വികാരം ശരിക്കും അത് അങ്ങനെയാണ് നടന്നു പറയുന്നു. അത് നേരത്തായിട്ടാണ് നടന്നു പറയുന്നത്. അത് ശരിക്കും പറഞ്ഞ് പൊളിറ്റിക്കലി ശരിക്കും പറഞ്ഞ ഹിന്ദു മുസ്ലിം ഒരു വർഗീയത വരാനുള്ള വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. അത് ശരിക്കും അത് കണ്ടിരുന്നെങ്കിൽ, ആ സംഘത്തെ സംഭവം കണ്ടിരുന്നെങ്കിൽ, മുന്നകൾ ഇതുപോലെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ
അന്നും ഒരു കല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടിരുന്നെങ്കിൽ ഈ JSK ഇത്രയും സിദ്ധാർത്ഥിന്റെ ഈ പറയുന്ന ജാനകി എന്നുള്ള പേര് ഇത്രയും അടിപൊളിയാണെന്ന് പറയുകയും ഒരുപാട് സ്ഥലത്ത് പരിപാലിക്കുന്നുണ്ട് പറയുകയും അതിനെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ആള് ഈ ലൂസിഫർ എന്നുള്ള സിനിമ കണ്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിനെ മാത്രം ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ അനുവദിക്കുകയും ഇതിനെ ക്ലീൻ കട്ട് പറഞ്ഞിട്ട് ഇതിന്റെ പേര് മാറ്റണമെന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവും. അതിനെ കുറിച്ച് പറയാമോ? ഈ സിനിമയ്ക്ക് ഒരു സംവിധായകനും അതിന്റെ അംഗങ്ങളുമുള്ള ഒരു പേരിടണം. അതിലേക്ക് ഈ മതവും ജാതിയും കുത്തി നിറയ്ക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ പിടിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പാട്ടിറക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേരല്ലേ നമ്മൾ സജസ്റ്റ് ചെയ്യണേ, അല്ല ആ പേരിൽ ഇറങ്ങണം എന്നാണല്ലോ നമ്മുടെ ഇഷ്ടം. അപ്പോ അത് ചെയ്യാൻ പോകുമ്പോ ഈ സെൻസർ ബോർഡ് വന്നിട്ട് അതിനെ മതപരമായിട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിഷയമാന്ന് പറയുമ്പോ ആ ഡയറക്ടർക്കും ആ ക്രൂവിനും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇവര് ചിന്തിക്കുന്നില്ല. ശരിയല്ലേ? ഈ ഒരു പേര് ചിലപ്പോ കഥ എഴുതിയപ്പോ പേരായിരിക്കുമല്ലോ, കഥ എഴുതിയ സമയത്ത് അതെ അതെ ഇത് ഷൂട്ട് ചെയ്ത് ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ സെൻസർ ബോർഡിൽ എത്തുന്നത്. അപ്പോഴൊന്നും ഒരാള് പോലും പറയാതിരുന്ന ഇഷ്യൂ ആണ് ഇപ്പൊ. അതിപ്പോ നിങ്ങൾ പറയുന്നത് പ്രൊമോഷൻ ചെയ്യുന്നതാണ്, അതായിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് ആരും പറയുന്ന ഒരു സമരവേദിയിലൊന്നും ഞാൻ ഇവരുടെ ആന്റിഫേസ് കണ്ടില്ല. മനഃപൂർവ്വം അറിയിക്കുന്നല്ലേ? എന്തുകൊണ്ട് അവരെ സുരേഷ് ഗോപി മനഃപൂർവ്വം അറിയിക്കുന്നു? പിന്നല്ലാതെ ആളെ തൊടുമ്പോ മറ്റേ തൊടുപുഴയില് ഒറ്റ കൊമ്പന്റെ ഷൂട്ടിങ്ങിലാണ്. പിന്നെ അതിന് കൊണ്ട് അപ്പൊ അവർക്ക് ഓൾറെഡി ഉറപ്പാണ് ഈ സാധനം റിലീസ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക തരം ഇപ്പൊ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. പല സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന പല രീതിയിലാണ്. ഇതാണ് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളുണ്ട്. ഇപ്പൊ മീഡിയാസിന്റെ അടുത്ത് വന്ന് പല രീതിയിലും അവർ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊരു പ്രൊമോഷൻ രീതി ആക്കാനായിട്ടാണ് ചാൻസ്. ഇത് അല്ല സുരേഷ് ഗോപിയെ പോലത്തെ ഇത്ര BJP ഇത്ര ഉന്നതമായ ഒരു വ്യക്തിയുള്ള സിനിമ. അപ്പൊ പിന്നെ എന്തിനാണ് അവര് ഈ പറഞ്ഞ ജാനകിന്റെ പേര്? കേന്ദ്രമന്ത്രി എന്നുള്ള ആള് എത്ര സ്ഥലത്ത് പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ആവുമെന്ന് പറയാം. അപ്പൊ ഒരു പ്രൊമോഷന്റെ ആവശ്യമുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് JSK അഭിനയിക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഈ സിനിമ എല്ലാ പുള്ളിയുടെ സ്റ്റാർഡം ഗരുഡൻ എന്നുള്ള സിനിമയെ തന്നെ പുള്ളി ഹിറ്റായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ഒരു സിനിമ. പക്ഷെ അതില് കാര്യമില്ല, പടം പ്രൊമോഷൻ ചെയ്യണമെന്ന് നിർബന്ധം. കണ്ണപ്പ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ എത്ര മോഹൻലാൽ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. പടം മോശമാണെങ്കിൽ ആൾക്കാർ കയറില്ല. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഇപ്പൊ അനിവാര്യമാണ്. ഇപ്പൊ സിനിമ ഇതില് ഫസ്റ്റ് ഡേ ഒരു അനിവാര്യമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ പടം ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് ഈ പറഞ്ഞ ക്രൂസ് ശ്രമിക്കുള്ളൂ. മാക്സിമം നോക്കണം. അതാണ് ആവശ്യമുണ്ടോ? അതിൽ കാര്യം ഇപ്പൊ സുരേഷ് ഗോപി ആയാലും ആരായാലും മോഹൻലാലായാലും പൃഥ്വിരാജായാലും ദിലീപായാലും എല്ലാവരെയും പടം പ്രൊമോട്ട് ചെയ്യണം. ബോർഡിൽ കൊണ്ടുപോയിട്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ചെന്നിട്ട് സമരം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ ഒരു അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ JSK എന്നുള്ള സിനിമയുടെ നിർമ്മാതാവിന് മാത്രമില്ലാത്തൊരു എന്താ വിഷമം ഈ പറയുന്ന FFKയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും ചെന്നിട്ട് ചിത്രാഞ്ജലിയുടെ മുമ്പിൽ ചെന്നിട്ട് സമരം ചെയ്യുന്നു. എന്തൊക്കെ ആർക്കറിയില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അറിയില്ലെങ്കിലോ ഇവര് വെട്ടികളാക്കില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലേ? ഇത് ഞാൻ ഒരു വശം പറഞ്ഞ ഇവരും കൂടി അറിഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിലോ അതായത് ഒരു സിനിമ സുരേഷ് ഗോപിയുടെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരും സുരേഷ് ഗോപി ഒരുപാട് കാലത്തിന് ശേഷം അമ്മയിലേക്ക് വന്നേക്കുന്നല്ലോ. അമ്മയിലല്ലേ എല്ലാവർക്കും ഫണ്ട് ഇടുന്ന പരിപാടി. അത് സിനിമ ഒരു സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ ഫണ്ട് ഒഴുകും. പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, തിയേറ്റർ ഓണേഴ്സ് ഇവരൊക്കെ പരസ്പരം അങ്ങനെ കയ്യപ്പ് ഉണ്ടാവും. നമുക്കറിയുന്നില്ലല്ലോ. ഒരുപാട് സിനിമകൾ ഇതേപോലെ പേരിൽ വരാം. അതിനും ഒരു ഇതാവരുത്. ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഇപ്പൊ പറഞ്ഞൊരു കാര്യം കറക്റ്റ്, അത് ഞാൻ സമ്മതിക്കുന്നു. ഭാവിയിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന എന്താണ് നമുക്ക് പറയാനുള്ള കഴിവ് എന്താണ് ഞാൻ പറയാ ഒരു ആവിഷ്കാര അത് ഉണ്ട് എന്ന് പറയുമ്പോൾ അതോടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനുള്ള പ്രതിഷേധമായിട്ടാണ് എനിക്ക് ഈ പറയുന്ന കാര്യം തോന്നിയത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരിക്കലും ഈ പറയുന്ന JSK പ്രൊമോഷനായിട്ട് ഇത്രയും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ചെന്നിട്ട് അവിടെ പോയി സമരം ചെയ്യുക എന്നുള്ള പരിപാടി അതൊന്നും ആൾക്കാരും അമ്മയുടെ ആൾക്കാരും സമരം ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയതായിട്ട് തോന്നുന്നില്ല. ഇത്ര നാള് കൂടി സിനിമ വരുമ്പോ ആ സിനിമ കുറച്ച്
കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണാണെങ്കിൽ ഈ പ്രൊമോഷൻ? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അവരുടെ സംസ്ഥാനത്തിൽ നിന്നും സംസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് പ്രൊമോഷനായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ള സിനിമയായിട്ട് തോന്നിയില്ല. കാരണം പറയുന്ന സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഇത്രയും കണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാളെ വേറെ ആൾ സിനിമയിൽ ചെല്ലുന്ന സമയത്ത് ജാനകി എന്നുള്ള ഒരുപാട് പേരുകളിലുള്ള വേറെ സിനിമകളുണ്ട്, അതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ്. ജാനകിന്റെ പേര് ഇട്ടതുകൊണ്ട് മാത്രമല്ല, ജാനകിന്റെ പേരിൽ അതിൽ കണ്ടന്റും ആ ശേഷം അല്ലേ കണ്ടന്റ് ഈ സിനിമ എന്നുള്ള സിനിമയ്ക്ക് ഇല്ലാത്ത ഒരു എന്ത് പ്രത്യേകത എന്ന് വന്നാലും ഈ പറയുന്ന ജാനകി എന്നുള്ള പേരിന് ഇന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ അങ്ങനെ സെൻസർ ചെയ്തപ്പോ ഈ പേര് പ്രശ്നമില്ല, രണ്ടാമത് സെൻസറിങ്ങിന് കൊടുത്തപ്പോഴാണ് അതാണ് ഈ പറയുന്ന സംശയങ്ങൾ വഴിവെക്കാനുള്ള കാരണം. ഈ സിനിമ ഇത് അനൗൺസ് ചെയ്യുമ്പോ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ല ചേട്ടന് എമ്പുരാനിൽ എന്താണ് അതാ ഞാൻ പറഞ്ഞത്, റേപ്പ് സീൻ അല്ല, അല്ലാണ്ട് ഇതിൽ മറ്റേ പുരാണത്തിലായിട്ട് ഒരു ബന്ധമൊന്നുമില്ലല്ലോ. പുരാണത്തിലെ ബന്ധം മാത്രമല്ല, അത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയൊരു അത് പൊളിറ്റിക്സ് ആണ്, ഇത് മതമാണ്. ഞാൻ ഈ എമ്പുരാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സിനിമ തോന്നുന്നു. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് പറയണം, അത് ഇന്നതാണ് എന്ന് പറയുമ്പോ അങ്ങനെയായിരുന്നോ എന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ എമ്പുരാൻ സിനിമ ഉണ്ടായിരുന്നപ്പോ എനിക്ക് തോന്നിയൊന്നുമില്ല ഇത് ഇത് മറ്റേ ഇത് ഇങ്ങനെ എഴുതുന്നില്ലല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ കത്തിച്ചത് മറ്റവരല്ലേ, ഇത് ചിന്തകളൊന്നും സിനിമ കണ്ടത്. എന്റെ മേജർ റിവ്യൂ എന്റെ മോളൊക്കെ റിവ്യൂ എടുക്കാൻ വേണ്ടി മേജർ തൊട്ടടുത്ത് സൂപ്പർ പടം, നല്ല പടം, നല്ല അഭിപ്രായം. രാഷ്ട്രീയം അത് നമ്മൾ അങ്ങനെ ആക്കുമ്പോഴല്ലേ ഇതെല്ലാം ആവുന്നത് ഞാൻ ചോദിക്കുന്നത്.